പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ TS3140 എന്ന പ്രിന്ററിന്റെ വൈഫൈ പാസ്വേഡ് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിൻ്റെ ഈ മോഡൽ പ്രിൻ്റർ നിങ്ങൾക്ക് വൈഫൈ ഡയറക്റ്റ് വഴി മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആദ്യമായി മൊബൈലിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് ആദ്യം പ്രിൻ്ററിനെ കണക്ട് ചെയ്യണം. പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട് ഇവിടെ വൈഫൈ സെറ്റിങ്സിൽ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡ് വഴി നമുക്ക് ഇങ്ങനെ പ്രിൻ്ററിൻ്റെ വൈഫൈ പാസ്വേഡ് കണ്ടെത്താം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ മോഡൽ പ്രിൻ്ററിൻ്റെ വൈഫൈ പാസ്വേഡ് വരുന്നത് പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ തന്നെയാണ്. പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രിൻ്ററിൻ്റെ ഈ പിറകു വശത്ത് റൈറ്റ് സൈഡിൽ നേരെ പിറകു വശത്ത് പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ വലിയ അക്ഷരത്തിൽ തന്നെ മൊബൈലിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ആവുന്നതാണ്. ഇതാണ് പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ വരുന്നത്. ഓരോരോ മോഡലിനും ഓരോരോ സീരിയൽ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സീരീസിൽ വരുന്ന എല്ലാ പ്രിൻ്ററിൻ്റെയും വൈഫൈ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ തന്നെയായിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് വൈഫൈ സെറ്റിങ്സിൽ ഇതേപോലെ പാസ്വേഡ് ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജസ്റ്റ് ആപ്ലിക്കേഷനിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക, എന്നിട്ട് പ്രിൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻ വഴി എങ്ങനെ പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.